പറയാന്ന് എനിക്ക് അറിയില്ല പത്മിനി. സുഖാണോന്ന് ചോദിച്ചാൽ പോലും ഒരു കുത്തിനോവിക്കലോ പരിഹസിക്കലോ ഒക്കെ ആയ നീ ഇപ്പൊ കണക്കാക്കും. ഒന്നും ചോദിക്കാനോ ചോദിപ്പിക്കാനോ ഒരിക്കലും ഇങ്ങോട്ട് വരരുതെന്ന് മനസ്സിൽ നല്ലോണം ഉറപ്പിച്ചിട്ടാണ് അന്ന് ഇവിടെ നിന്നിറങ്ങിയത്. ഇതിപ്പോ വീരേന്ദ്രൻ ഇങ്ങോട്ട് വന്നെന്നറിഞ്ഞപ്പോ എന്തൊക്കെയോ കുഴപ്പങ്ങൾ അവൻ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞപ്പോ വരാതിരിക്കാനും കഴിഞ്ഞില്ല. അവന് വേണ്ടി ഞാൻ മാപ്പ് പറയാ. അവനെയും കൊണ്ട് ഞാൻ ഉടനെ പൊയ്ക്കോളാം. അവനെ ഇനി ഇവിടുന്ന് വിടുന്നില്ലെങ്കിലോ? വീരേന്ദ്രനെ കുറിച്ച് കേട്ടിരിക്കുന്നതെല്ലാം നുണയാ. ഇത്രയും സത്യസന്ധനും സൽസ്വഭാവിയുമായ ഒരു കുട്ടിയെ കാണാൻ കിട്ടില്ല. ഈശ്വര, എന്റെ വീരേന്ദ്രനെ കുറിച്ച് തന്നെയാണ് ഞാനീ കേൾക്കണേ. അപ്പോ ഇവനിത് എവിടെ പോയി? നീ തനി ശ്രീകൃഷ്ണനാ വീരേന്ദ്ര. രണ്ടനല്ലേ എന്റെ പൊന്നമ്മായി. ഈ വല്യമ്മാമ പോലും അവിടെ ചെന്നാ നിമിഷം കൃഷ്ണനാവൂലേ? അപ്പോ അയ്യോ, അപ്പോ ഏതപ്പു? ഏതപ്പുവാടേ? എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. തിരുവട്ടാറിലെ പെണ്ണുങ്ങളെ പുറകെ നടക്കുന്ന വായി നോക്കി അപ്പു ഓർമ്മയില്ലേ? ഓ അപ്പു, എന്റെ കൂടെ ഡൽഹിയിൽ ഉണ്ടായിരുന്നതാ. അവൻ എന്ത് പറ്റിയടേ? അവന്റെ അച്ഛൻ ചത്തു. ഒരു റീത്തെങ്കിലും വെക്കാൻ ഏർപ്പാടുണ്ടാക്കണം. ഒന്ന് വേടാ. എന്താണ് കാര്യം? പത്മിനി തമ്പുരാട്ടി വന്നു. അച്ഛനല്ല, അമ്മ. വീരേന്ദ്രന്റെ അമ്മ. മകനെ ഒന്ന് കൺകുളിർക്കെ കാണാനായി കണ്ണിൽ എണ്ണ ഒഴിച്ച ആ വണ്ണമുള്ള അമ്മ വന്നിരിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ വിശേഷങ്ങളൊക്കെ വീരേന്ദ്രൻ പറഞ്ഞു. വാദം വന്ന് കിടപ്പിലായതോ അപ്പോഴേ അറിഞ്ഞ്. വാദോ? വീരേന്ദ്രൻ പറഞ്ഞു വലിയ സംസാരപ്രിയനാ. അതിശയം തന്നെ. അമ്മയെന്ന് വിളിക്കാൻ കൂടി പിശുക്ക് കാട്ടുന്നവനാ. ഇവിടെ വന്നപ്പോ സംസാരപ്രിയനാണെന്ന് വല്യമ്മാമ തന്നെ പട്ടം കൊടുത്തല്ലോ. അവൻ ബഹു മിടുക്കനാ. അത് തൈനസായി അവൻ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. പത്മിനി, അവനെ കണ്ടില്ലേ? ഇല്ല, ഇവിടെ മുഴുവൻ തിരക്കി. ചോദിക്കുമ്പോ മറുപടി പറയാൻ തന്നെ പലർക്കും വിഷമം. അകത്തേക്ക് കയറിയിരുന്നോളൂ, അവനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. ആ, അവൻ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നാണ്, പെട്ടെന്ന് കാണാതെ. വീരേന്ദ്ര, പൊന്നി നോക്കണ്ട ആരെങ്കിലും കാണൂ. ഈ അജ്ഞാതവാസം അവസാനിച്ചൊന്ന് സന്തോഷിച്ചതാ. അപ്പതെ കെട്ടിയെടുത്തിരിക്കുന്ന ഒരു തള്ളയെ ഇനി തന്തെങ്ങാനും വരുവോ? വരുന്നു തോന്നല്ല. കേട്ടോടത്തോളം അവനൊരു തണ്ടില്ലാത്തവനാ. വീരേന്ദ്ര, 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 വീരേന്ദ്രൻ തമ്പുരാനെ, തമ്പുരാനെ, വീരേന്ദ്രൻ തമ്പുരാനെ, വീരേന്ദ്ര, വീരേന്ദ്ര തമ്പുരാനെ, വീരേന്ദ്ര, വീരേന്ദ്ര. തമ്പുരാന്റെ ഓരോ വികൃതികള്. മടിയേ, ആ തള്ള ഇവിടെ നിന്ന് ഓടിക്കാതെ നിവൃത്തിയില്ല. നീ പോയി എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഞാനൊന്ന് വരട്ടിയാലോ? ആ, ഒരു ഉഗ്രം വരട്ടിയാ അവര് വന്ന വഴി ഓടും. എങ്കിൽ വേഗം പോയി ഓടിക്കടാ. ആ, വരണു. ആരാ അത്? അറിയില്ലേ? സ്നേഹിത വീരേന്ദ്രന്റെ. നീയാണോ 6-7 കൊല്ലമായിട്ട് അവനെ വിടാതെ പിടിച്ചിരിക്കുന്ന സ്നേഹിതൻ? 6-7 ഞങ്ങളുടെ ബന്ധത്തോടെ ഇത് വർഷം 10-16 ഇത്ര ഒച്ചയെ വരട്ടെന്താന്ന് അവനോട് പറയായിരുന്നു. ഇവിടെ വന്നിട്ട് നീ അവനെ വിടില്ല അല്ലേ? പിന്നെ വന്നോട്ടെ. കണ്ടേ, എന്താ കുട്ടി ഇത്? നിന്റെ ഒളിച്ചുകളിൽ കുസൃതിയൊന്നും നിന്നെ വിട്ട് പോയില്ലേ? എന്ത് വേണം? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? അത് ചോദിക്കാൻ നീ ആരാ? ശരിയാ, സമ്മതിച്ചു. ഞാൻ ആരുമല്ല. പക്ഷെ എനിക്ക് നിങ്ങളെ വിടാൻ പറ്റില്ലല്ലോ. എടാ നീ മിണ്ടിപ്പോര്. അമ്മയാണ് പോലെ അമ്മ. സ്വന്തം മകനെ കാണാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു അമ്മ. പ്രസവിച്ചതുകൊണ്ട് മാത്രം ഒരു അമ്മ അമ്മയാകുന്നില്ല. സ്വന്തം മകന് നിങ്ങൾ ഒരു ഇറ്റ് സ്നേഹം കൊടുത്തിട്ടുണ്ടോ? സ്നേഹപൂർവ്വം അവനെ മോനെ ഒന്ന് വിളിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെ മകൻ പോക്കരിയാവാതിരിക്കും? തെരുവുകൾ അടക്കി പിടിക്കുന്ന ഗുണ്ടയാവാതിരിക്കും? ഇന്ത്യയിൽ മാത്രമല്ല, ചിലപ്പോ അവൻ ലണ്ടനിൽ പോലും വൃത്തിയോട് കാണിച്ചു വരും. ഇതിനൊക്കെ സമാധാനം പറയേണ്ടത് നിങ്ങളാ. നിങ്ങൾ ഒറ്റൊരുത്തിയ. നിങ്ങളൊരു അമ്മയല്ല, ദുഷ്ടയാണ്, ദുഷ്ട. ലോകത്തൊരു സ്ത്രീയും സ്വന്തം മകനോട് ഇത്ര ക്രൂരത കാണിക്കരുത്. അതിന് നിങ്ങളൊരു സ്ത്രീയല്ലല്ലോ, പിശാചാണ്. തനി പിശാച്. ഇതൊക്കെ പറയാൻ മാത്രം ആരാ ഇവൻ? അങ്ങനെ പറയരുത് പത്മിനി. എത്രയായാലും സ്വന്തം മോനല്ലേ? മകനോ? ഇല്ല, ഇവരെന്റെ അമ്മയല്ല. ഞാൻ ഇവരുടെ മകനുമല്ല. വീരേന്ദ്ര, മതി. വീരേന്ദ്രനോ?
ഇവൻ വല്യമാമി ഇവൻ മതി നീയൊക്കെ പിന്നെ പറയാം അകത്തെ കൊണ്ടുപോയിക്കോളൂ അങ്ങോട്ട് പോവുക എന്തിനാ ഇതിൽ ഭേദം അവളെ അങ്ങ് കൊല്ലാമായിരുന്നില്ലേ അളിയ കലക്കി